കോട്ടയം ചിങ്ങളത്ത് ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഓട്ടോറിക്ഷയിൽ നിന്നുമായി 13 ഗ്രാം MDMAയും 6 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. സംഭവത്തിൽ ദമ്പതികൾ ഉൾപ്പെടെ 3 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്നും 10,000 രൂപയ്ക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടികൂടി. കോട്ടയത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പോലീസും എക്സൈസ് വകുപ്പും നടത്തിയ പരിശോധനകളിൽ നിരവധിയിടങ്ങളിൽ നിന്നും MDMAയും കഞ്ചാവും അടക്കമുള്ള ലഹരി വസ്തുക്കളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. കോട്ടയം ചെങ്ങളം മോർക്കാട് ഭാഗത്ത് കഴിഞ്ഞ രാത്രിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും 1.2 ഗ്രാം MDMAയും 6 ഗ്രാം കഞ്ചാവുമാണ് കണ്ടെടുത്തത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന മൂലവട്ടം സ്വദേശി മനുവിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ MDMA വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതായി വിവരം ലഭിച്ചത്. മോർക്കാട് സ്വദേശി സുധി ജബാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 12 ഗ്രാം MDMA കൂടി കണ്ടെടുത്തു. സുധി ജബാർ ഓടി രക്ഷപ്പെട്ടെങ്കിലും ലഹരി ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇയാളുടെ ഭാര്യ ആസിയയെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. സുധി ജബാർ പിന്നീട് എക്സൈസ് ഓഫീസിലെത്തി കീഴടങ്ങി. ചെങ്ങളം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് മനു എന്ന് പറയുന്ന ആളെ ഏകദേശം 1 ഗ്രാമിലധികം MDMAയുമായി പിടികൂടി. ഇയാൻ ഓട്ടോയിൽ MDMA കടത്തിക്കൊണ്ടുവന്നത് പിടികൂടി. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ഇയാൻ ഒരു ദമ്പതികളായ സുധി ജബ്ബാർ, അൽസിയ ജമാലുദ്ദീൻ എന്നിവരെ എതിരെ ഏകദേശം 12.55 ഗ്രാം MDMAയുമായി പിടികൂടി. കോട്ടയം ഈരാറ്റുപേട്ടയ്ക്ക് സമീപം ഇളപ്പങ്കലിൽ നിന്നും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വ്യാജ സിഗരറ്റും പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ ഈരാറ്റുപേട്ട പീടികത്താഴത്ത് മുഹമ്മദ് റസാഖ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. വീടിന്റെ ടെറസിലും മുറിയിലുമായി 16 ചാക്കുകളിലായാണ് പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കോട്ടയം മണർകാട് ഇന്നലെ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും കഞ്ചാവ് ചെടികളും കണ്ടെടുത്തിരുന്നു. വരും ദിവസങ്ങളിലും അനധികൃത ലഹരി കൈമാറ്റം തടയുന്നതിനായി പരിശോധനകൾ തുടരുമെന്ന് പോലീസും എക്സൈസ് വകുപ്പും അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം.